Welcome to Arcade Stories. താളം ഭാഗം 22. എന്താ സാറേ പ്രശ്നം? കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ റിജുവിനോട് ചോദിച്ചു. ഡോ, നിങ്ങളുടെ എസ് ഐ ഇവിടെ ഉണ്ടോ? അയാളെ വിളിച്ചേ. ഞാനേ ടൗൺ എസ് ഐ അറിയാലോ. എന്റെ പെങ്ങളെ ഇവന്മാര് ബലമായി പിടിച്ചുകൊണ്ടുവന്നിരിക്കുക. റിജു ആ പോലീസുകാരനോട് കയർത്തു. അതെങ്ങനെ ശരിയാകും സാറേ? ഭാസ്കരനും അവനോടൊപ്പം കുറച്ച് നാട്ടുകാരും ആൾക്കൂട്ടത്തിൽ നിന്നും മുന്നോട്ട് കയറി. ആ കൊച്ചു സ്വന്തം ഇഷ്ടപ്രകാരമാ പ്രദീപിനെ കല്യാണം കഴിച്ചേക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. സാറ് വേണം ആ കൊച്ചിനോട് നേരിട്ടെന്ന് ചോദിക്കോ? സാറ് വെറുതെ ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ. നാട്ടുകാർ മാത്രമല്ല, പത്രക്കാരും ഉണ്ട്. ആ പോലീസുകാരൻ റിജുവിനോട് വീണ്ടും പറഞ്ഞു. എങ്കിലും പറയടവന്മാരോട് ഇതെന്റെ സ്റ്റേഷൻ പരിധിയല്ലാതെ പോയി. ഇല്ലേ വേണ്ട വിധത്തിൽ ഞാൻ തന്നെ ചോദിച്ചാനെ. ദേഷ്യം സഹിക്കാതെ റിജു മണ്ണിൽ ആഞ്ഞു ചവിട്ടി. മോളെ. അമ്മയുടെ നെഞ്ചു തകർന്ന വിളി കേട്ട് ശ്രീമോൾ നിറ കണ്ണുകളോടെ പ്രദീപിന്റെ പിന്നിലേക്ക് മാറി. എന്നാലും നിനക്കിങ്ങനെ തോന്നി മോളെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ? വാ പൊത്തി കരഞ്ഞ അമ്മയെ മൈതിൽ ചേർത്തു പിടിച്ചു. അവളുടെ തോളിൽ കിടന്ന് അവരുറക്കെ കരഞ്ഞു. മേനോൻ സാറേ. ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് കയറി വന്ന ശങ്കരന്മാരാർ മേനോന്റെ മുന്നിൽ കൈകൂപ്പി. ഇനി അങ്ങോട്ടുള്ള കാലത്ത് ജാതിയും മതവും ഒക്കെ ആരേലും നോക്കൂ. പിള്ളേരുടെ ഇഷ്ടം അതാന്നേ, അതങ്ങ് നടന്നോട്ടെ എന്ന് കരുതുകയല്ലേ നല്ലത്. പ്രദീപിന് നല്ലൊരു ജോലിയും അത്യാവശ്യം നല്ല സാമ്പത്തികവും ഉണ്ടല്ലോ. മാരാരെ, നിങ്ങളെനിക്ക് ബഹുമാനമാവും എന്നും കരുതി എന്റെ കുടുംബ പ്രശ്നത്തിൽ നിങ്ങൾ കയറി ഇടപെടരുത്. മേനോൻ കാർക്കശ്യത്തോടെ പറഞ്ഞതും സേതുവിനെ നോക്കി തലയാട്ടിക്കൊണ്ട് ശങ്കരന്മാരാ പിന്നോക്കം മാറി. കുട്ടി. റിജുവിനോട് സംസാരിച്ച പോലീസുകാരൻ ശ്രീമോളെ വിളിച്ചു. കുട്ടിയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ വിവാഹം നടത്തിയത്? എല്ലാവരുടെയും നോട്ടം അവൾക്ക് നേരെയായി. അല്ല, പ്രതിപേട്ടനെ എനിക്കിഷ്ട. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഏട്ടന്റെ കൂടെ പോകുന്നതും വിവാഹം കഴിച്ചതും. കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. പോലീസുകാരൻ നിസ്സഹായതയുടെ റിജുവിനെ നോക്കി. സാറേ, ഇതെന്തായാലും അങ്ങനെ ഇവിടെ വെച്ചിട്ട് തീർക്കണ്ട. നമുക്ക് സിഐയുടെ ഓഫീസിൽ പോയി തന്നെ സംസാരിക്കാം. അല്ല, ഇനി ഇവര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നേ. അത്രയും നേരം മിണ്ടാതിരുന്ന മിനി കയറി പറഞ്ഞത് കേട്ട് കാർത്തികേയൻ ഭയത്തോടെ അവരെ കയ്യിൽ പിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവരാ കൈ തട്ടി മാറ്റിയിട്ട് സേതുവിനൊപ്പം കയറി ഭയമില്ലാതെ നിന്നു. യാമിയും വൃശ്ചികയും കൂടി തൊഴാനായി അമ്പലത്തിലേക്ക് കയറിയപ്പോ വളക്കടകൾ നിരങ്ങാനിറങ്ങിയതായിരുന്നു റോസ്. ഉത്സവപ്പറമ്പിന്റെ തെക്കു ഭാഗത്തായി നിരത്തി കെട്ടിയിരിക്കുന്ന വളക്കടകൾക്ക് മുന്നിൽ കുട്ടികളും സ്ത്രീകളും നിറയെ ഉണ്ട്. പല നിറങ്ങളിലുള്ള കുപ്പിവളകളുടെ ഭംഗി നോക്കി നിൽക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും തലയിൽ ഒരു തോണ്ടൽ. അവൾ തിരിഞ്ഞു നോക്കി. പ്രജിത്താണ്. കപട ദേഷ്യത്തോടെ അവൾ മുഖം വീർപ്പിച്ചു. എന്താണ് റോസമ്മോ മുഖത്തൊരു നീര്? അവൻ ആ കവിളിൽ വിരലുകൊണ്ടൊന്ന് കുത്തി. ഓടാ. അവൾ മുട്ടുകൈ കൊണ്ട് പിന്നിലേക്കൊരു കുത്തു കൊടുത്തു. ആവൂ, എന്തോന്നാ പെണ്ണ ഇത്? മനുഷ്യന്റെ പക്കുപോയി. പോട്ടെ. റോസക്കുട്ടി ദേഷ്യത്തിലാണല്ലോ. ആണെങ്കിൽ അവൾ അടുക്കാതെ ഇടഞ്ഞു തന്നെ നിന്നു. ഇങ്ങ് മാറികേ, വള ഞാൻ വാങ്ങിത്തരാന്നേ. അവൻ അവളുടെ അരികിലേക്ക് തള്ളിക്കയറി വന്നു. വേണ്ട, ഞാൻ വാങ്ങിക്കൊള്ളാം. അവന് കയറാൻ ഇടം കൊടുക്കാതെ അവൾ നിന്നെങ്കിലും ഒടുവിൽ അവൻ തന്നെ വിജയിച്ചു. വളകൾ നിരത്തി വെച്ചിരിക്കുന്ന പെട്ടികളിൽ നിന്നും അവൻ ചുവപ്പും പച്ചയും നീലയും വളകളെടുത്ത് അവളുടെ കൈകളുടെ പാകം നോക്കാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ട. കുഞ്ഞു പരിഭവത്തിന്റെ നീർക്കുമ്പള പൊട്ടിക്കാതെ അവൾ ഒരിക്കൽ കൂടെ ബലം പിടിച്ചു. ഓ, ഒന്ന് ക്ഷമിക്കേണ്ട റോസമ്മോ. നിന്റെ അപ്പച്ചൻ അവകാശപ്പെട്ട സ്വത്ത് വെറുതെ കളയണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കിട്ടിയാ നിനക്കും അമ്മച്ചിക്കും ഒരു ഉപകാരമാകില്ലേ എന്ന് ഞാൻ ഓർത്തുള്ളൂ. ഓ പിന്നെ, ഇത്രയും നാളും കരിമ്പനക്കാട്ട് സ്വത്ത് കണ്ടിട്ടല്ലേ ഞങ്ങൾ ജീവിച്ചേ? അവൾ ചിറി കോട്ടി. ഓട്ടെ, വിട്. ഏതൊരു പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റില്ലേ? ഇനി ഞാൻ ആ സ്വത്തിന്റെ കാര്യം പറയത്തില്ല, പോരെ? അവളുടെ മുഖം തെളിഞ്ഞു. എന്നാ പോലീസുകാരൻ ആ വളകളും ഇട്ടുതാ. അവനെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൾ കൈകൾ നീട്ടി. അവളുടെ വലത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വളകൾ ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും അവന്റെ കയ്യിലൊരു പിടി വീണു. സേവിച്ചായൻ. അവളുടെ ചുണ്ടുകൾ പിറുപിറുക്കുന്നത് കേട്ട് പ്രജിത്ത് തിരിഞ്ഞു നോക്കി. ഒത്ത ഉയരവും
അതിനൊപ്പിച്ച് വലിപ്പവുമുള്ള രണ്ടുപേർ പിന്നിൽ നിൽക്കുന്നു. പ്രജിത്തിന്റെ മുഖം ചുളിഞ്ഞു. ആരാ റോസ ഇവൻ? സേവിച്ചന്റെ കൈക്കുള്ളിലിരുന്ന് പ്രജിത്തിന്റെ കൈ ഞെരിഞ്ഞു. വേദന എടുത്ത കൈ പ്രജിത്ത് പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അവനേക്കാൾ ബലമുണ്ടായിരുന്നു സേവിച്ചന്. റോസ, നിന്നോടാ ചോദിച്ചേ, ആരാ ഇവൻ? നിന്റെ കാര്യത്തിലെ എനിക്കും കുറെയൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അതുകൂടി കേട്ടതോടെ റോസ് അവന്റെ നേർക്ക് ചാടി. സേവിച്ചായ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ കാര്യങ്ങൾ നോക്കാനേ എന്റെ അമ്മച്ചിയുണ്ട്. വേറൊരു കരിമ്പനക്കാട്ടുകാരനെ ഞാനത് ഏൽപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? എന്റെ കൊച്ചാപ്പന്റെ മോളുടെ കാര്യം ഞാൻ നോക്കണ്ടേ? കൂടെ നിന്നിരുന്ന വിൽസൺ പ്രജിത്തിന്റെ കയ്യിലെ സേവിച്ചന്റെ പിടി വിടുവിക്കാൻ ശ്രമിച്ചു. എന്താ സേവിച്ച ഇത്? ഇവൻ ഇവരുടെ പരിചയക്കാരനോ മറ്റോ ആകും. നീ വെറുതെ അവരോട് ചൂടാവല്ലേ? അല്പം പ്രയാസപ്പെട്ട് വിൽസൺ അവനെ പിടിച്ചു മാറ്റി. സോറി റോസെ, സേവിച്ചിന് വേണ്ടി ഞാൻ രണ്ടാളോടും ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ ഈ കരയിലെ ഉത്സവം ഒന്ന് കാണാൻ വന്നതാ. അപ്പോഴാണ് നിന്നെ കണ്ടത്. ചുമ്മാ കുശലം അന്വേഷിച്ച് പോകാമെന്ന് കരുതി വന്നേ ഉള്ളൂ. ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ഞാൻ ഓർത്തോ? ശേ, മോശം. വിൽസന്റെ ആ അതിവിനയം റോസിന്റെ ഉള്ളിൽ സ്ത്രീ സഹജമായ അപായ സൂചന നൽകി. ആരാ? എന്താ പ്രശ്നം? പിന്നിൽ നിന്നും കാശിയപ്പൂപ്പന്റെ ശബ്ദം കേട്ടതും റോസ് ആശ്വാസത്തോടെ തിരിഞ്ഞു. കാശിയപ്പൂപ്പൻ റോസിന്റെയും സേവിച്ചന്റെയും ഇടയിലേക്ക് കയറി വട്ടം നിന്നു. താനാരാ? സേവിച്ചൻ ചോദിച്ചു. ഞാനിവളുടെ അപ്പൂപ്പനാ. കാശിയപ്പൂപ്പൻ കൈകൾ കെട്ടി നിന്നുകൊണ്ട് അവന്റെ കണ്ണുകളെ നേരിട്ടു. അപ്പൂപ്പനോ? ഏത് വകുപ്പില്? അവൻ തിരിഞ്ഞ് വിൽസനെ നോക്കി ചിരിച്ചു. വകുപ്പും റൂളും ഒക്കെ അറിഞ്ഞിട്ട് നീയൊക്കെ ഇവിടുന്ന് പോകുള്ളൂടാ. സ്വരം കടുപ്പിച്ചുകൊണ്ട് കാശിയപ്പൂപ്പൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചതും റോസ് അങ്ങേരുടെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട കാശിയപ്പൂപ്പ, ഇത് കരിമ്പനക്കാട്ടെ സേവിച്ചായനാ. ആരാന്നേലും കൊള്ളാം. ഇവിടെ കിടന്ന് വെളച്ചിലെടുക്കാതെ വേഗം പോകാൻ നോക്ക്. റോസ കൊച്ചിനെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരുത്തരെ സമ്മതിക്കത്തില്ല. സംസാരവും ബഹളവും കേട്ട് ആളുകൾ കൂടാൻ തുടങ്ങുന്നത് കണ്ടതോടെ വിൽസൺ സേവിച്ചന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. സേവിച്ചൻ റോസിന് നേർക്ക് കൈ ചൂണ്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കരിമ്പനക്കാട്ടെ പെമ്പിള്ളേരെ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരാ. നീയും അതുപോലെയൊക്കെ തന്നെ കഴിഞ്ഞാ മതി. മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച കാശിയപ്പൂപ്പനെ റോസ് വീണ്ടും പിടിച്ചു നിർത്തി. അങ്ങേരെ ഒന്ന് നോക്കിയിട്ട് സേവിച്ചൻ പ്രജിത്തിന് നേർക്ക് തിരിഞ്ഞു. ഇനി മേലാൽ നിന്നെ ഇവരുടെ കൂടെ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും കേട്ടോടാ. അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് വിൽസനൊപ്പം സേവിച്ചൻ തിരിഞ്ഞു നടക്കുമ്പോ പ്രജിത്തിന്റെ മുഖത്ത് ഒരു ഭയം മിന്നിമറിയുന്നത് റോസ് കണ്ടു. വൃശ്ചികയുടെയും യാമിക്കൊച്ചിന്റെയും കൂട്ടത്തില് കൊച്ചിനെ കാണാത്തോണ്ടാ ഞാൻ അന്വേഷിച്ചു വന്നേ. അവിടെ അമ്പലത്തിന്റെ മുന്നിലാന്നേ ആകപ്പാടെ കച്ചറയല്ലേ. ധൃതി പിടിച്ചു നടക്കുന്ന കാശിയപ്പൂപ്പന്റെ ഒപ്പമെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് റോസ് അത് കേട്ടത്. അവൾ പ്രജിത്തിന്റെ കൈ വിടുവിച്ച് കാശിയപ്പൂപ്പന്റെ അടുത്തേക്ക് ഓടിയെത്തി. അമ്പലത്തിന്റെ മുന്നിൽ കച്ചറയോ? എന്താ സംഭവം? ചോദിക്കുമ്പോഴേക്കും പ്രജിത്തും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. നമ്മുടെ പ്രദീപേ ശ്രീമോളെ അങ്ങ് കെട്ടി. എപ്പോ? കണ്ണുകൾ മിഴിച്ച് വടി വിഴുങ്ങിയതുപോലെ അവൾ അവിടെ നിന്നുപോയി. കുറച്ചു മുന്നേ. ഒന്ന് നിർത്തിയിട്ട് അപ്പൂപ്പൻ അവളെ നോക്കി. അവരുടെ ആ നിൽപ്പ് കണ്ട് അങ്ങേർക്ക് ചിരി വന്നു. പണിക്കശ്ശേരിയിൽ എല്ലാവരും അമ്പലത്തിലേക്ക് പോയ നേരത്തെ ആ കൊച്ചിങ് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് രണ്ടാളും കൂടെ ദേവരുടെ അമ്പലത്തിൽ പോയി താലിയും കെട്ടി. ഇപ്പോതെ ഇവിടത്തെ അമ്പലത്തിന് മുന്നിലുണ്ട്. അവിടെയാന്ന് സേതുവും ഋജുവും തമ്മിൽ അല്പം പ്രശ്നത്തിലാ. കൂടെ കൂടാ കുറച്ച് നാട്ടുകാരും ഉണ്ട്. അടിയെങ്ങാനും ഉണ്ടായാലോ എന്ന് ഓർത്താ ഞാൻ കൊച്ചിനെ തിരക്ക് ഇറങ്ങിയത്. അവളുടെ മുഖം വീണ്ടും പരിഭവത്താൽ കുത്തി വീർത്തു. കഷ്ടമുണ്ട് കേട്ടോ പ്രജിത്തേട്ട, നിങ്ങൾ പോലും എന്നോട് ഈ കാര്യം പറഞ്ഞില്ല. ഓ, ഞാൻ കൂട്ടുവെട്ടി. ആ എടി പെണ്ണ്, ഞാൻ പോലും ദേ ഇപ്പോഴും അറിയുന്നെന്ന്. പ്രജിത്ത് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ അവൾ കാശിയപ്പൂപ്പന് നേരെ തിരിഞ്ഞു. അങ്ങേര് ചിരിച്ചുകൊണ്ട് തല കുലുക്കി. അധികമാരെയും അറിയിക്കാതെ അന്ന് എല്ലാം നടത്തിയത്. ഇല്ല, ചിലപ്പോ ചീറ്റിയനെ പിള്ളേരെ. എന്നാലും അതൊരു സംഭവമായി പോയല്ലോ. വേഗം വാ, അടി മിസ്സാക്കണ്ട. തങ്ങളെ പുറകിലാക്കി മുന്നോട്ടോടിയ റോസിനെ നോക്കി പ്രജിത്ത് തലയിൽ കൈവച്ചു. അവൾക്ക് പിന്നാലെ ഓടുന്നവനെ കണ്ട് കാശിയപ്പൂപ്പൻ വീണ്ടും ചിരിച്ചു. അമ്പലനടയിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായിരുന്നു അവിടം. ഓടിക്കുതച്ച് വരുന്ന റോസിനെ കണ്ട് വൃശ്ചികയും യാമിയും കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. എടി, നമ്മുടെ ശ്രീമോളേച്ച് മതില് ചാടിയെന്ന് കാശിയപ്പൂപ്പൻ പറഞ്ഞു. എന്നിട്ട് എവിടെ? ചോദിക്കുന്നതിനിടയിലും റോസിന്റെ കണ്ണുകൾ ചുറ്റിനും പരതി. നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു റോസമ്മ? യാമിയുടെ ചോദ്യത്തിൽ അവളെ കാണാതിരുന്നതിലുള്ള ഈർഷ്യ.
അത് കാര്യമാക്കാതെ റോസ് വീണ്ടും ചോദിച്ചു, നീ കാര്യം പറയാമീ, എല്ലാരും കൂടെ എങ്ങോട്ട് പോയെന്നേ? അവര് പ്രദീപേട്ടനെ ശ്രീമോളേച്ചിയും കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ശേ, ഏത് നേരത്താണോ വളകൾ നോക്കി പോവാൻ തോന്നിയേ? മൂക്കത്ത് വിരൽ വെച്ച് നിരാശയോടെ നിന്ന് അവളുടെ അടുത്തേക്ക് പ്രജിത്ത് ഓടിക്കത്ത് ചെത്തി. ഓ, എന്തോന്നോട്ടോടി ഇത്? അവന്റെ ചോദ്യം ശ്രദ്ധിക്കാതെ അവൾ വൃശ്ചികയെ നോക്കി. പണിക്കശ്ശേരിയിലെ ഇൻസ്പെക്ടർ ഏമാൻ പ്രശ്നം ഉണ്ടാക്കിയോടി? റോസിന്റെ ചോദ്യത്തിൽ ആവേശം കത്തി നിന്നു. ആളൊന്ന് ശ്രമിച്ചു, പക്ഷെ സേതുവിട്ട മുന്നിലേക്ക് കയറിയതോടെ ഒതുങ്ങി. പറയുമ്പോൾ വൃശ്ചികയുടെ മുഖത്തും അഭിമാനം. പ്രദീപേട്ടന്റെ അമ്മയെ സമ്മതിച്ചു കേട്ടോ? യാമി കൂട്ടിച്ചേർത്തു. ആണോ? എന്താടി കാര്യം? റോസ് വീണ്ടും തിരക്ക് കൂട്ടി. പുള്ളിക്കാരി സേതുവേട്ടന്റെ ഒപ്പം കയറി കട്ടക്ക് നിന്നടി. വൃശ്ചിക ഇടയ്ക്ക് കയറി പറഞ്ഞു. കൂട്ടത്തിൽ ശ്രീമോളേച്ചിയും തകർത്തു. പ്രദീപേട്ടന്റെ കൂടെ പോകാനാ ഇഷ്ടമെന്ന് ഓള് കരക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അപ്പൊ പ്രവീണേട്ടനോ? കടക്കണ്ണിലൂടെ യാമിയെ നോക്കിക്കൊണ്ട് റോസിന്റെ ചോദ്യം. പ്രവീണേട്ടനും സേതുവേട്ടന്റെ ഒപ്പം തന്നെ നിന്നു. ശേ, കാണാൻ പറ്റിയില്ലല്ലോ. റോസ് നിരാശയോടെ നെറ്റിയിൽ തല്ലി. പറഞ്ഞതുപോലെ നീ ആ സമയത്ത് എവിടെ പോയി? ഓ, പറഞ്ഞില്ലേടി, ഞാൻ വള നോക്കാൻ പോയെന്നേ. ഇച്ഛാഭംഗത്തോടെ നഖം കടിച്ചവളെ വൃശ്ചിക ഒരു കുത്തു വെച്ചു കൊടുത്തു. അല്ലേലും നല്ല എന്തേലും കാര്യം നടക്കുമ്പോ അപ്പ അവള് തെണ്ടാൻ പോകും. എന്നിട്ട് എവിടെ വള? വൃശ്ചികയുടെ കൂട്ടത്തിൽ യാമിയും അവളുടെ കൈകളിലേക്ക് നോക്കി. വാങ്ങിയില്ല. അപ്പോഴേക്കും അവിടെയും വേറൊരു കാലം വന്നേ. കാലനോ? റോസ് തല കുലുക്കി. ഇവളുടെ ആ കരിമ്പനക്കാട്ട സേവിച്ചനും പിന്നൊരുത്തനും. പ്രജിത്തിന്റെ ശബ്ദത്തിലെ ദേഷ്യം തിരിച്ചറിഞ്ഞ് റോസ് അവനെ നോക്കി കണ്ണിറുക്കി. പ്രജിത്തേട്ട, അതാണ് സാക്ഷാൽ വിൽസൺ ഫെർണാണ്ടസ്. പ്രജിത്തിന്റെ മുഖം ചുളിഞ്ഞു. ഏത്? നിനക്ക് കല്യാണം ആലോചിച്ചോനോ? ആ, എങ്ങനെയുണ്ടാള്? സൂപ്പറല്ലേ? പുരികങ്ങൾ ഉയർത്തിക്കൊണ്ടവൾ പ്രജിത്തിനെ നോക്കി. പ്രജിത്തിന്റെ മുഖത്തെ കുശുമ്പ് കണ്ട് റോസ് ചിരിച്ചപ്പോ വൃശ്ചികയും യാമിയും അമ്പലത്തിന് മുന്നിൽ കാത്തി നിൽക്കുന്ന കൽവിളക്കിലേക്ക് നോക്കി ചിരി അമർത്തി. അവന്മാരെന്തിനാ ഇവിടെ വന്നേ? വൃശ്ചിക ചോദിച്ചു. ആ, റോസ് കൈ മലർത്തി. ഉത്സവം കാണാൻ വന്നതാന്നാ പറഞ്ഞ്. ഉവ്വ, ഉത്സവം കാണാൻ. അവന്മാര് നിന്നെ തിരക്കി വന്നതാ റോസ്, എനിക്ക് ഉറപ്പാ. സേവിച്ചൻ പിടിച്ച ഭാഗത്ത് തിണർത്ത് കിടക്കുന്ന ചുവപ്പിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു പ്രജിത്ത് അത് പറഞ്ഞത്. ആ സമയം സ്റ്റേജിന് മുന്നിലെ തിരക്കിനിടയിൽ നിന്നും സേവിച്ചനും വിൽസനും അവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ ചെക്കൻ നമുക്ക് പണിയുണ്ടാകുമെന്നാ തോന്നുന്നേ. സേവിച്ചനത് പറയുമ്പോ വിൽസന്റെ ശ്രദ്ധ റോസിനൊപ്പം നിൽക്കുന്ന യാമിയിലും വൃശ്ചികയിലുമായിരുന്നു. വീട്ടുകളയുടെ സേവിച്ച അവനൊരു നരന്ത് ചെക്കൻ, ഒരു കൈക്കില്ല. നീ അവളുടെ കൂടെ നിൽക്കുന്ന പെമ്പിള്ളേരെ കണ്ടു? രണ്ടും ഒന്നിനൊന്നു മെച്ചം. വിൽസൺ ഈ ചെറുവാണിയൂരൊന്ന് പൂണ്ട് വിളയാടും മോനെ. അവരാ പെൺപിള്ളേരെ നോക്കി വെള്ളമിറക്കുമ്പോ ആൽത്തറയിലെ തിരക്കിനിടയിൽ നിന്ന കാശിയപ്പൂപ്പന്റെ കണ്ണുകൾ തിളങ്ങിയത് അവർ കണ്ടില്ല. ആ കണ്ണുകൾക്കപ്പോ ഒരു വേട്ടനായുടെ ശൗര്യമുണ്ടായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസിന്റെ മുറിയിലായിരുന്നു റിജുവും നാരായണ മേനോനും. മേനോൻ സാറേ, എന്റെ അച്ഛൻ സാറിന്റെ കീഴിൽ കുറെ കാലം ഉണ്ടായിരുന്നതാ. ആ ഒരു ബഹുമാനം എനിക്ക് സാറിനോടുണ്ട്. അതുകൊണ്ട് പറയുക, ഈ കേസിലെ നിയമം പെൺകുട്ടിക്കൊപ്പമേ നിൽക്കൂ. സാറിനും റിജുവിനും അതറിയാവുന്നതാണല്ലോ. ആ കൊച്ചിനെ വിളിച്ച് ചോദിച്ചാലേ നിങ്ങളുടെ കൂടെ വരാനാ താല്പര്യമെന്ന് അവള് പറയുമോ? കയ്യിലിരുന്ന പേന കറക്കിക്കൊണ്ട് ശിവദാസ് മേനോനെയും റിജുവിനെയും നോക്കി. ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ തലകൾ കുനിഞ്ഞു. ഇല്ലല്ലേ? അവരെ നോക്കി ചിരിച്ചിട്ട് ശിവദാസ് തുടർന്നു. എങ്കിൽ ഈ കേസ് വിടുന്നതാ നല്ലത്. ആ ചെക്കനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. പിന്നെ അവന്റെ അനിയനാന്നേ വില്ലേജ് ഓഫീസിലും. അവർക്ക് സപ്പോർട്ടുമായി നിൽക്കുന്ന ആ മാരാന്മാരും അത്ര നിസ്സാരക്കാരല്ല. കേരളം മൊത്തം അറിയുന്ന ആൾക്കാരാ. ആ ഒരു കരയിൽ ഒതുക്കി തീർക്കാവുന്ന സംഭവം നാട് മൊത്തം അറിയിക്കണോ? അവൻ ആ സേതു ആയതിന് പിന്നിൽ. അത് പറയുമ്പോ റിജുവിന്റെ ശബ്ദം തിളച്ചിരുന്നു. അവനെ എങ്ങനെങ്കിലും കൂട്ടണം സാറേ. ആവാം, പക്ഷേ തൽക്കാലം വേണ്ട. ഇപ്പോ എന്ത് ചെയ്താലും ഇത് കാരണമുണ്ടായതാന്നേ പത്രക്കാര് പോലും പറയൂ. അതുകൊണ്ട് തൽക്കാലം അങ്ങ് കണ്ണടച്ചേക്കുക. നമുക്കുള്ള സമയം വരും. അപ്പൊ നല്ലൊരു പണി നമുക്ക് അവരുടെ കൊടുക്കാം. എന്തു പറയുന്നു മേനോൻ സാറേ? അതിന് മറുപടി പറയാതെ നാരായണ മേനോൻ എഴുന്നേറ്റ് ഹാഫ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ശിവദാസ് മേശപ്പുറത്തിരുന്ന ബെല്ലിൽ വിരലമർത്തി.
അകത്തേക്ക് കയറി വന്ന പോലീസുകാരൻ സല്യൂട്ട് ചെയ്ത് മുന്നിൽ നിന്നു. എടോ താനേ ആ ചെറുക്കനോടും പെണ്ണിനോടും അവരുടെ കൂടെയുള്ളവരോടും അകത്തേക്ക് വരാൻ പറയാം. ശരി സാർ. പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങിയതും റിജു എഴുന്നേറ്റു. ഞങ്ങൾ എന്ന് ഇറങ്ങുകയാണ് സാറേ, ഇനി ഇവിടെ ഒന്നും ശരിയാകത്തില്ല. താൻ ചെല്ല്. പിന്നെ പറഞ്ഞത് മറക്കണ്ട, ഇനി അവിടെ വെച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. തലയാട്ടിയിട്ട് റിജു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുറിയുടെ ഹാഫ് ഡോർ തള്ളി തുറന്നുകൊണ്ട് സേതു അകത്തേക്ക് കയറി വന്നു. പുറകെ പ്രദീപും ശ്രീമോളും. സേതുവിനെ നോക്കിയ റിജുവിന്റെ കണ്ണുകളിൽ ഒരു തീക്കനൽ എരിഞ്ഞു. സേതു ഒരു ചിരിയോടെ അവനെ മറികടന്ന് ഇൻസ്പെക്ടറുടെ മുന്നിലേക്ക് നീങ്ങിയപ്പോ പ്രദീപിന്റെ കൈയും പിടിച്ച് തല കുനിച്ചുകൊണ്ട് ശ്രീമോൾ ഏട്ടന്റെ നോട്ടത്തെ ഒഴിവാക്കി. ആ ഹാഫ് ഡോർ ശക്തിയിൽ തുറന്നടഞ്ഞതിന്റെ ശബ്ദത്തോടൊപ്പം അകന്നുപോയ കാലടികൾ അവളിൽ ഒരു ദീർഘനിശ്വാസം നിറച്ചു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകിയേക്കണേ. താങ്ക് യു. See you soon.